ഈ നക്കുന്ന പൂച്ചകളെ കിട്ടാനേ കുറച്ച് ബുദ്ധിമുട്ടാ. അധികം ഒരു 90% ക്യാറ്റ്സും ഇതുപോലെ അതിന്റെ ഓണേഴ്സിനെ നക്കാറൊന്നുമില്ല. പൂച്ചകൾ നമ്മളെ നക്കുന്നത് ഈ പറഞ്ഞ തലയിലും താടിയിലും കയ്യിലുള്ള രോമങ്ങളിലും നമ്മളൊക്കെ നക്കുന്നത് അവർക്ക് അത്രയും നമ്മളോടുള്ള ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണ്. അങ്ങനെ അത്രയും അതിന്റെ ഓണറെ സ്നേഹിക്കുന്ന ക്യാറ്റ്സ് മാത്രമാണ്, അത്രയും സ്നേഹിക്കുന്ന ക്യാറ്റ്സ് ഉണ്ടാവാറില്ല എന്നാണ് പൊതുവെ, അത്രയും സ്നേഹിക്കുന്ന ക്യാറ്റ്സ് മാത്രമാണ് അതിന്റെ ഓണേഴ്സിനെ നക്കാറുള്ളൂ, നക്കിയിട്ട് അതിന്റെ സ്നേഹം പ്രകടിപ്പിക്കാറുള്ളൂ. അത് അവരെ ഫാമിലിയിൽ, അതായത് ക്യാറ്റ്സിന്റെ അവരെ ഫാമിലിത്തെ വേറൊരു ക്യാറ്റാണ് നമ്മള് എന്നല്ല, ആ ഒരു കൺസെപ്റ്റിലാണ് അതങ്ങനെ ചെയ്യുന്നത്. അപ്പം അത് നമ്മളെ എന്താ പറയാ, ഇപ്പം കപ്പിൾസ് ആയിട്ടുള്ള 2 ക്യാറ്റ്സ് ആണെങ്കിൽ അവർ പരസ്പരം ശരീരം നക്കി വൃത്തിയാക്കി കൊടുക്കും. ആ സെയിം തിയറി തന്നെയാണ് ക്യാറ്റും ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മളെ ശരീരം അവര് ഭംഗിയാക്കി തരുന്ന, മുടിയൊക്കെ വാരി നമ്മളെ ശരീരത്തിൽ അഴുക്കൊക്കെ കളഞ്ഞ് നമ്മളെ വൃത്തിയാക്കി തരുന്നതാണ് അവര്. ആ ഒരു കൺസെപ്റ്റാണ് അവർ നമ്മളെ നക്കുന്ന സമയത്ത് വരുന്നത്. അത്രയും സ്നേഹം കൊണ്ടാണ്. മനസ്സിലായോ? നമ്മൾ ചെറിയൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നമ്മൾ എത്ര തവണ ഉമ്മ വെക്കും, അതുപോലെ തന്നെ